ഒക്ടോബർ മാസത്തിലെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെയും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുടെയും വിതരണം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയാണ് ഒക്ടോബർ മാസ പെൻഷനായി ഇപ്പോൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനായി 812 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി ബാലഗോപാൽ അറിയിച്ചു. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം പേർക്ക് 1600 രൂപ വീതം ലഭിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുമെന്നും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി ജീവനക്കാർ വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പെൻഷൻ ലഭിക്കുന്നവരിൽ 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിത തുകയായ 200 രൂപ, 300 രൂപ, 500 രൂപ എന്നീ തുകകൾ കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. എന്നാൽ ഇതിനാവശ്യമായ 24.21 കോടി രൂപയും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു. ഈ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതിനാൽ ഈ തുക പ്രത്യേകമായിട്ട് മറ്റൊരു ദിവസമായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുക. ധനമന്ത്രി ഒക്ടോബർ മാസത്തിലെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഇന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും തുകയുടെ വിതരണം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച മുതലായിരിക്കും. ഏത് നിമിഷവും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് തീയതി അറിയിപ്പ് നേരത്തെ എത്തിയത്. ഒക്ടോബർ 27 തിങ്കളാഴ്ച മുതൽ ഒരു മാസത്തെ പെൻഷനായ 1600 രൂപയുടെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആരംഭിക്കുന്നതാണ്. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഒരു ഗഡു കുടിശ്ശിക പെൻഷനും കൂടി സർക്കാർ നൽകുവാനുണ്ട്. അതിൻ്റെ വിതരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നവംബർ, ഡിസംബർ മാസങ്ങളിലായിട്ടാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ കുടിശ്ശിക പെൻഷൻ നവംബർ മാസത്തിലായിരിക്കും വിതരണം ഉണ്ടാവുക എന്ന് കരുതുന്നു. കേരളപ്പിറവി ദിനമായ നവംബർ 1-ന് മുഖ്യമന്ത്രിയുടെ സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ വരുമെന്ന് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷൻ തുക നിലവിലെ 1600 രൂപയിൽ നിന്ന് 1800 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുന്ന തീരുമാനമായിരിക്കാം. അതോടൊപ്പം നൽകുവാനുള്ള ഒരു ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി നവംബർ പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്ത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിൻ്റെ പ്രഖ്യാപനവും കൂട്ടത്തിൽ ഉണ്ടായേക്കാമെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എന്തായാലും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ വാർത്തകളാണ് വരും ദിവസങ്ങളിൽ കാത്തിരിക്കുന്നത്. നിലവിൽ 1.5 വർഷത്തോളമായി എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തിവരുന്നുണ്ട്. നൽകുവാനുള്ള ഒരു കുടിശ്ശികയും കൂടെ ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവും ഉണ്ടാവുകയാണെങ്കിൽ സംസ്ഥാനത്തെ ലക്ഷോപലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്വാസമാകുന്നതാണ്. വരും ദിവസങ്ങളിലെ എല്ലാ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും യഥാസമയം ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റുള്ളവരിലേക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഈ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.